ഒരു വിഷു കാലം അല്ലെങ്കിൽ ഒരു സമ്മർ വെക്കേഷൻ ആ 2 മാസങ്ങൾ ഏപ്രിലും മെയിലും ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങുന്നു. പക്ഷേ ആ മാസങ്ങൾ ഇറങ്ങിയ സിനിമകളെക്കാട്ടും കൂടുതൽ കളക്ഷൻ ആ വർഷം ജനുവരിയിൽ റിലീസ് ചെയ്ത ഒരു സിനിമ ശരിക്ക് വിഷു സീസണും തൂക്കി എന്ന് പറയാം. അങ്ങനത്തെ ഒരു സമ്മർ അല്ലെങ്കിൽ ഒരു വിഷു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചും ആ സിനിമകളെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2000 എന്ന് പറയുന്ന ഒരു വർഷം, ആ ഒരു വർഷം തുടക്കം എനിക്ക് തോന്നുന്നു. ആ ഒരു വർഷം തുടങ്ങിയ സമയത്ത് അരയന്നങ്ങളുടെ വീട് എന്ന് പറയുന്ന ഒരു സിനിമ ആ ജനുവരി ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ആണ് റിലീസായത്. ലോഹിദാസ് മമ്മൂട്ടി കൂട്ടുകെട്ടിൻ്റെ സിനിമ. അതിനു മുമ്പ് ഭൂതക്കണ്ണാടി എന്ന് പറയുന്ന ഒരു സിനിമ അവർ ചെയ്തു. ആ സിനിമ ബോക്സ് ഓഫീസിൽ വിജയമല്ലായിരുന്നു, പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു. ക്രിട്ടിക്കലി ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയൊരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ സത്യം ശിവം സുന്ദരം എന്ന് പറയുന്ന ഒരു സിനിമ, അത് ശരിക്കും ആ 99 ഡിസംബറിൽ ഇറങ്ങേണ്ട ഒരു സിനിമയായിരുന്നു. അത് തള്ളിയിട്ട് 2000 തുടക്കമാണ് ഇറങ്ങിയത്. ഈ 2 സിനിമകളും പക്ഷേ ബോക്സ് ഓഫീസിൽ അങ്ങനെ വൻ വിജയമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അരയന്നങ്ങളുടെ വീട് തൃശ്ശൂര് രാഗം തിയേറ്ററിൽ ഇറങ്ങി ഒരു 2-3 റെഗുലർ ഷോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ന്യൂൺ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. എറണാകുളത്ത് ഞാൻ കേട്ടിട്ടുണ്ട് 19 ദിവസത്തോളം നല്ല രീതിയിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു വൻ വിജയമല്ലായിരുന്നു. അതിനൊരു കാരണം ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റഡിയിൽ എനിക്ക് തോന്നുന്നത്, ആ ജനുവരി 26 ഇറങ്ങിയ ഒരു സിനിമ നരസിംഹം, 6-ാം തമ്പുരാന് ശേഷം ഷാജി കൈലാസ് മോഹൻലാൽ കൂട്ടുകെട്ട സിനിമ, എനിക്ക് തോന്നുന്നു ഒരുപാട് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത ഒരു സിനിമയായിരുന്നു. അങ്ങനെ ഒരു ഇൻഡസ്ട്രി ഹിറ്റൊന്നും അല്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഭയങ്കര ഉറപ്പിച്ച് പറയുന്നില്ല അതൊരു ഇൻഡസ്ട്രി ഹിറ്റാണോ എന്നുള്ളത്. നരസിംഹം എങ്കിലും നരസിംഹം ഒരു വൻ വിജയമായി. ശരിക്കും നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല. നരസിംഹം എന്ന് എനിക്കൊണ്ട് കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല നരസിംഹം സിനിമയൊക്കെ. ആ വർഷം നരസിംഹം ഇറങ്ങി. നരസിംഹത്തിന്റെ ഒരു എന്താ പറയാ, ഒരു യാത്ര, ഇങ്ങനെ ഭയങ്കര വല്ലാത്തൊരു ഓട്ടമാണ് ശരിക്കും. നരസിംഹം ഇങ്ങനെ ഹൗസ്ഫുൾ ആയി ഓടിക്കൊണ്ടിരിക്കുന്നു. ജനുവരിയിൽ റിലീസായി, ഫെബ്രുവരിയായി, മാർച്ചായി കഴിഞ്ഞപ്പോൾ ഈ എക്സാമിന്റെ ഒക്കെ സമയം, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നരസിംഹമൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞിട്ടാണ് ആ ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുന്നത്. എനിക്കൊന്നും റിലീസായ സമയത്തൊന്നും കണ്ടിരുന്നില്ല. പിന്നീട് ആ 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ലാസ്റ്റത്തെ ഒരു എക്സാം ഉണ്ട്. ആ ഒരു എക്സാമിന് ഒരാഴ്ച ഗ്യാപ്പ് കിട്ടിയപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ആ സിനിമ പോയി കാണുന്നത്. അന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. കാണുന്നവരെല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ് സ്കൂൾ അടച്ചു, വെക്കേഷൻ തുടങ്ങുന്നു. പിന്നെ വീണ്ടും നരസിംഹത്തിൻ്റെ ഒരു കളക്ഷനായിരുന്നു. ആ ഒരു സമയത്ത് 2000 വിഷു എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് സിനിമകൾ തിയേറ്ററിലെത്തി. അതിലൊന്ന് മോഹൻലാലിൻ്റെ തന്നെ നരസിംഹത്തിന് ശേഷം ഇറങ്ങുന്ന ആ വർഷത്തെ സിനിമ, ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണന് ശേഷം ഭയങ്കര പ്രതീക്ഷയിൽ വന്ന സിനിമ. കാരണം മോഹൻലാൽ, സംയുക്ത വർമ്മ, അന്ന് സംയുക്ത വർമ്മയൊക്കെ സിനിമയിൽ വന്നിങ്ങനെ കത്തി കയറുകയാണ്. ഒരു വർഷമായിട്ടുള്ളൂ സിനിമയിൽ. അതിൻ്റെ തൊട്ടുമുമ്പത്തെ 99-ലാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ സിനിമയിൽ വരുന്നത്. ഗീതു മോഹൻദാസ്, ബാലതാരമായിട്ട് തുടങ്ങിയ ഗീതു മോഹൻദാസിൻ്റെ ഒരു തിരിച്ചുവരവ്, നല്ല നല്ല പാട്ടുകൾ, ഓൾറെഡി പാട്ടൊക്കെ ഹിറ്റായിരുന്നു. ആ സിനിമയുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. പക്ഷെ ആ സിനിമ അന്ന് ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അത് ഇറങ്ങിയ ദിവസങ്ങൾ തന്നെ വളരെ മോശം ഒപ്പീനിയനാണ് ആ ഒരു സിനിമയ്ക്ക് കിട്ടിയത്. പക്ഷെ ആ സിനിമ മോശം സിനിമയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ പല രീതിയിൽ അതിനുള്ള കുറച്ച് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. അത് നല്ലൊരു പ്രണയ സിനിമയാണ്. അതൊരു ഹസ്ബൻഡ് വൈഫിൻ്റെ ഒരു പ്രണയവും ഇവരുടെ ഇടയിലെ കുറേ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെയായിരുന്ന സിനിമ കണ്ടവർക്കൊക്കെ അറിയാം. പക്ഷെ അതിൽ കുറച്ച് എന്താ പറയുക, കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ മുതിർന്നവർക്ക് അത്ര ഒരു ഫാമിലിക്ക് കാണാൻ പറ്റാത്ത സിനിമയിൽ ഇങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ വന്നിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല ആ ഒരു സിനിമ. നല്ലൊരു സിനിമ തന്നെയായിരുന്നു. അത് നമ്മൾ പിന്നീട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്തുകൊണ്ടോ ആ സിനിമ അന്ന് ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. പിന്നെ പ്രിയം എന്ന് പറയുന്ന ഒരു സിനിമ, കുഞ്ചാക്കോ ബോബൻ്റെ, സനൽ എന്ന് പറയുന്ന സംവിധായകൻ്റെ. നമുക്കറിയാം ഇന്നും പ്രിയം നമ്മുടെ ഫേവറേറ്റ് സിനിമയാണ്. ഞാനൊക്കെ തിയേറ്ററിൽ പോയിട്ട് ഈ പറഞ്ഞ പോലെ പ്രിയം കണ്ടിട്ടുള്ളതാണ്. അതിൽ ബാലതാരം മഞ്ജിമ, അങ്ങനെ കുറേ പേര് ബാലതാരമായിട്ട് വരുന്നു ആ ഒരു സിനിമയിൽ. സാബ് ജോണിന്റെ സ്ക്രിപ്റ്റാണ്, ചാണക്യനൊക്കെ ഇത് സാബ് ജോണിന്റെ സ്ക്രിപ്റ്റാണ്. ജഗദീഷ് ശ്രീകുമാറിന്റെ കോമൺ, നല്ല രസമുള്ള സിനിമ, രസമുള്ള പാട്ടുകളായിരുന്നു. അതിലെ നായിക അവരൊറ്റ സിനിമ കഴിഞ്ഞിട്ട് അഭിനയിച്ചിട്ടില്ല. ഇപ്പോൾ അതിലെ നായിക വീണ്ടും വിദേശത്ത് എവിടെയാണ്, അവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ അവരുടെ കുറിച്ചുള്ള അവരുടെ ഇന്റർവ്യൂസ് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെനിക്ക് ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞ സമയത്ത് പൊങ്കാലയ്ക്കൊക്കെ വന്നിട്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിയം ആ വെക്കേഷൻ സമയത്ത് ഒരു വിന്നറായിരുന്നു. പിന്നെ പൈലറ്റ്സ് എന്ന് പറയുന്ന സിനിമ, രാജീവ് അഞ്ചറ്റ്, സുരേഷ് ഗോപിയുടെ പൈലറ്റ്സ്, ഒരു ഫ്ലോപ്പ് സിനിമ തന്നെയായിരുന്നു. എനിക്ക് ആ സിനിമയെ കുറിച്ച് ഓർമ്മ തന്നെയല്ല. ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. പിന്നെ ഒരു ടി വിയിൽ എപ്പോഴും അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ എനിക്കങ്ങനെ വലിയ ജ്യോതിർമയൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ജ്യോതിർമയാണ്, പ്രവീണയാണെന്ന് തോന്നുന്നു. പ്രവീണ എന്തായാലും ആ സിനിമ അന്ന് വലിയ വിജയമല്ലായിരുന്നു. വിജയമല്ല, ഫ്ലോപ്പ് തന്നെയായിരുന്നു. പിന്നെ അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു എന്ന സിനിമ, ആ ഒരു സിനിമയും ശരിക്കും ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടില്ല, തിയേറ്ററിൽ കണ്ടിട്ടില്ല. അത് ആ ഒരു വെക്കേഷൻ സമയത്ത് വന്നാണ്. പക്ഷെ വലിയ ഒരു വിജയമൊന്നും അല്ലായിരുന്നു. മാത്യു പോൾ എന്നുള്ള ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയായിരുന്നു അതിൽ അഭിനയിച്ചിട്ടുള്ളത്.
അദ്ദേഹം ഒരു ഡോക്യുമെൻ്ററി ഫിലിം മേക്കറൊക്കെ ആയിരുന്നു. ആന്താറാം അലി എന്ന് പറയുന്ന നടി, ബോളിവുഡ് നടി, പിന്നീട് രാം ഗോപാൽ വർമ്മയുടെ ഒരു കമ്പനി പോലത്തെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരന്ന് മസ്ത് എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. അവരുടെ ഒരു മലയാള സിനിമയാണ് ആ ഒരു സിനിമ എന്ന് പറയുന്നത്. പക്ഷെ അത് ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സിനിമയാണ്. പിന്നെ ഈ ഏപ്രിൽ മാസം ഇത്രയും സിനിമകളാണ്. മെയ് ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കൊണ്ട് മെയ് ഫസ്റ്റ് വീക്കോ അതോ ഏപ്രിൽ എൻഡൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു സിനിമ ഇറങ്ങി, വിനയന്റെ ഹിറ്റ് മേക്കർ വിനയൻ. 99 എന്ന് പറയുന്ന വർഷം 4 ഹിറ്റുകൾ കൊടുത്ത സംവിധാനമാണ് വിനയൻ ജയറാമിനെ വെച്ച് ചെയ്തൊരു സിനിമ ദൈവത്തിന്റെ മകൻ. കുറച്ച് നല്ലൊരു കോമഡി സിനിമയായിരുന്നു. അതങ്ങനെ വലിയ വിജയമല്ലായിരുന്നു, എന്നാൽ അതൊരു ഫ്ലോപ്പ് ഒന്നുമല്ല. ആ വർഷത്തെ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ള അത്യാവശ്യം ഒരു 10 പടങ്ങളിൽ ഒരു പടം തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ട്. ജഗദീഷ് ശ്രീകുമാറും കലാഭവൻമണിയൊക്കെ ആയിട്ട് നല്ല രസമുള്ള കുറച്ച് തമാശയൊക്കെ ഉണ്ട്. വിനയന്റെ അന്നത്തെ ഉല്ലാസ പൂങ്കാറ്റൊക്കെ പോലത്തെ സിനിമകളിലൊക്കെ പോലത്തെ പാറ്റേണിലുള്ള ഒരു സിനിമയായിരുന്നു. പിന്നെ ജയറാമൻ തന്നെ കൊച്ചു സന്തോഷങ്ങൾ, അതൊരു ഇതേപോലെ തന്നെ മെയ് ഒരു സെക്കൻഡ് വീക്കോ ഒക്കെ ആയപ്പോഴാണ് ആ ഒരു സിനിമ ഇറങ്ങുന്നത്. കൊച്ചു സന്തോഷങ്ങൾ നമുക്കറിയാം വൻ വിജയമായ ഒരു സിനിമ തന്നെയാണ്. ലക്ഷ്മി ഗോപാൽ സമയ എന്ന് പറഞ്ഞ നായിക അരണ്യങ്ങളുടെ വീട് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു സിനിമ. ഇളയരാജയുടെ സംഗീതം, എനിക്കൊരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ വർഷത്തെ മികച്ച മലയാള സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയായിരുന്നു. കാളിദാസ് അഭിനയിക്കുന്ന, കാളിദാസിനും അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു നിലാപക്ഷി എന്ന് പറഞ്ഞ കുഞ്ചാക്കോവിന്റെ ഒരു സിനിമ, അത് ആ മെയ് മാസം ഇറങ്ങി. അതൊരു ഫ്ലോപ്പായിരുന്നു. സ്നേഹ എന്ന് പറഞ്ഞ നടി അതിൽ അഭിനയിക്കുന്നു. അനിൽ ബാബുവിന്റെ ഡയറക്ഷൻ. അനിൽ ബാബു അത്യാവശ്യം ഹിറ്റുകളൊക്കെ കൊടുക്കുന്ന ഡയറക്ടറാണ്. എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്, കൊച്ചു സന്തോഷങ്ങളും ഇങ്ങനെ ഒരു നിലാപക്ഷിയും ഒരേ ദിവസമാണ് ഇറങ്ങുന്നത്. കാരണം കൈരളിയിലും ശ്രീയിലായിരുന്നു. കൈരളിയിൽ കൊച്ചു സന്തോഷങ്ങൾ, ശ്രീയിൽ ഇങ്ങനെ ഒരു നിലാപക്ഷി. ഞാനൊന്ന് കൊച്ചു സന്തോഷങ്ങൾ കാണാൻ പോയിട്ട് ടിക്കറ്റ് കിട്ടാതെ ഇങ്ങനെ ഒരു നിലാപക്ഷി കണ്ടതല്ല. ഫസ്റ്റ് ഡേ തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ, മാറ്റ്നി ഷോ. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കൊച്ചു സന്തോഷങ്ങൾ മറ്റൊരു ദിവസമാണ് പോയി കണ്ടത്. പിന്നെ ഇന്ദ്രിയം എന്ന് പറയുന്ന സിനിമ, അതും ഒരു മെയ് അവസാനത്തോട് കൂടിയാണ്. അത് തൃശ്ശൂർ കൈരളിയിലാണ് ഞാൻ കണ്ടത്. എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും ഇന്ദ്രിയം കൈരളിയിൽ വന്നപ്പോൾ കൊച്ചു സന്തോഷങ്ങൾ ശ്രീയിലോട്ട് മാറ്റി 2 ആഴ്ച ഗ്യാപ്പിൽ. ഇന്ദ്രിയം സൂപ്പർ ഹിറ്റ് ഒരു സിനിമയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു സിനിമ, ഭയങ്കര ഹിറ്റായി. അതിൽ എടുത്ത് പറയുന്ന സ്റ്റാർസ് ഒന്നുമില്ല. ഇന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ അതിലുണ്ട്, വിക്രം. അന്ന് വിക്രം ശരിക്കും സേതു സിനിമയ്ക്ക് മുമ്പ് അഭിനയിച്ചു. എനിക്ക് കുറച്ച് പെട്ടിയിലൊക്കെ കിടന്നിറങ്ങിയ സിനിമയാണ് ഇന്ദ്രിയം. പക്ഷെ അപ്പോഴേക്കും സേതു ഇറങ്ങുന്നു, വിക്രം ഭയങ്കര സ്റ്റാർ ആവുന്നു. എന്നിട്ടാണ് ഇന്ദ്രിയം ഇറങ്ങുന്നത്. 99 ഡിസംബറിലാണ് സേതു ഇറങ്ങുന്നത്. 2000 മെയിലാണ് ഈ പറയുന്ന ഇന്ദ്രിയം ഇറങ്ങുന്നത്. ചെറിയ റോളാണ്, പക്ഷെ ശരത്ത്, യദു കൃഷ്ണ, ബോബൻ ആലമുടൻ ഇവരൊക്കെയാണ് ആ ഒരു സിനിമയിൽ, ലേന ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും സിനിമകൾ ഉണ്ടെങ്കിലും ഇതിൽ പ്രിയം ഒരു ഹിറ്റ് സ്റ്റാറ്റസിൽ പെട്ടൊരു സിനിമയാണ്. കൊച്ചു സന്തോഷങ്ങൾ ഹിറ്റാണ്, ഇന്ദ്രിയം ഹിറ്റാണ്. ദൈവത്തിന്റെ മകൻ എനിക്ക് തോന്നുന്നു ആവറേജ് പോയ സിനിമയാണ്. പക്ഷെ ഇതിനെക്കാട്ടൊക്കെ കളക്ഷൻ നരസിംഹം തന്നെയായിരുന്നു. ആ ഒരു എനിക്ക് ഏപ്രിലും മെയിലും നരസിംഹം നല്ലോണം ഓടിയിട്ടുണ്ട്. ഏപ്രിൽ എന്തായാലും നരസിംഹം വന്ന് തിയേറ്ററിൽ ഓടി. കാരണം നരസിംഹം തൃശ്ശൂർ രാമദാസ് തിയേറ്ററിലാണ് ഇറങ്ങി. ജനുവരി മുതൽ ഏപ്രിൽ എൻഡ് വരെ ഓടിയിട്ട് മെയ് ഫസ്റ്റ് വീക്കിൽ ദൈവത്തിന്റെ മകൻ ഇറങ്ങിയപ്പോഴാണ് അവിടെ നരസിംഹം നൂൺ ഷോ ആയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം ഞാൻ ദൈവത്തിന്റെ മകൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. പ്രിയം തൃശ്ശൂർ ബിന്ദു തിയേറ്ററിലാണ് കണ്ടിട്ടുള്ളത്. ദൈവത്തിന്റെ മകൻ രാമദാസിൽ ഇങ്ങനൊരു നിലാപക്ഷി തൃശ്ശൂർ ശ്രീ, കൊച്ചു സന്തോഷങ്ങൾ തൃശ്ശൂർ കൈരളി, ഇന്ദ്രിയം കൈരളി, ഇത്രയും സിനിമ ഞാൻ തിയേറ്ററിൽ ഇറങ്ങി കണ്ടിട്ടുള്ളത്. ഇതേ സമയത്ത് തന്നെ ഒരു സിനിമ ആ മാർച്ച് മാസം ഇറങ്ങി, എനിക്കൊരു 10 ലക്ഷം ബഡ്ജറ്റിലൊന്നും ഇറങ്ങി കോടികൾ കളക്ട് ചെയ്തൊരു സിനിമയുണ്ട്. A സെന്റേഴ്സിലുപരി B സെന്റേഴ്സിലും C സെന്റേഴ്സിലൊക്കെ കളക്ട് ചെയ്ത, അന്നൊരു അൺഒഫീഷ്യലി ഞാനൊരു റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട്. 20 കോടി രൂപയോളം വേൾഡ് വൈഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിലും പുറത്തും ഒക്കെ ഡബ് ചെയ്തൊക്കെ ഇറങ്ങി കളക്ട് ചെയ്ത ഒരു സിനിമയാണ് കിന്നാരത്തുമ്പികൾ. സലീം കുമാർ ഒരു തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട്, തെങ്കാശി പട്ടണത്തിന്റെ ഷൂട്ട് പൊള്ളാച്ചിയിലോ എവിടെയോ പോയി കഴിഞ്ഞപ്പോൾ ആൾക്കാർ വന്ന് കൂടി പരിചയപ്പെട്ടു. കാരണം കിന്നാരത്തുമ്പി അവിടെ ഡബ് ചെയ്ത് അതിന്റെ തമിഴ് 80 ദിവസം ഓടിയിരിക്കുകയാണ്. കാതൽ തുമ്പി എന്നോ അതിലെന്തോ പേരൊക്കെ ആയിട്ട്. കിന്നാരത്തുമ്പി നമുക്കറിയാം ഷക്കീല തരംഗം കൊണ്ടുവന്ന ഇതായിരുന്നു കിന്നാരത്തുമ്പി. അത് മാർച്ചിലാണ് ഇറങ്ങിയത്. അതും ഭയങ്കരമായിട്ട് തൃശ്ശൂർ സ്വപ്ന തിയേറ്ററിലാണ് സിനിമ ഇറങ്ങി. കുറെ കാലം സ്വപ്നയിൽ ഓടിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ രതിനിർവേദം, പഴയ ഭരതന്റെ രതിനിർവേദം വീണ്ടും റിലീസ് ചെയ്തിരുന്നു. അത് തൃശ്ശൂർ ജോസ് തിയേറ്റർ റിലീസ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ നീലത്തടാകത്തിലെ നിഴൽ പക്ഷികൾ എന്ന് പറഞ്ഞു മറ്റൊരു പടം, ഒരു A സർട്ടിഫിക്കറ്റിൽ സിനിമയായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുമരക രഘുനാഥൊക്കെ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു സിനിമയും ഈ ഒരു സമയത്ത് തിയേറ്ററിൽ ഉണ്ടായിരുന്നു. പിന്നെ കാഹോന പ്യാരയ്ക്ക് ആ ജനുവരിയിൽ ഇറങ്ങിയ സിനിമയാണ്. അത് വീണ്ടും റിലീസ് ചെയ്തിരുന്നു. തൃശ്ശൂർ രാഗത്തിൽ അത് റിലീസ് ചെയ്തിരുന്നു. അത് എനിക്ക് കറക്റ്റ് ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അത് റിലീസ് ചെയ്ത് കുറച്ചു കാലം കാഹോന പ്യാരയെ ഓടിയിട്ടുണ്ട്. പിന്നെ ലിയോണാർഡോ ഡിക്കാപ്രിയോ ടൈറ്റാനിക്കിലൂടെ താരമായി നിൽക്കുകയാണ്. ഡിക്കാപ്രിയോന്റെ ബീച്ച് എന്ന് പറയുന്ന ഒരു സിനിമയും ഇതേപോലെ ആ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തൃശ്ശൂർ റിലീസ് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ രാഗത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് ഡേറ്റും കാര്യങ്ങളും ഓർമ്മയില്ല, എങ്കിലും ഇത്രയും സിനിമകളാണ് 2000 ഏപ്രിൽ മെയ് അല്ലെങ്കിൽ ആ ഒരു വെക്കേഷൻ സമയത്ത് തിയേറ്ററിൽ ഇറങ്ങിയതായിട്ട് എൻ്റെ ഒരു ഓർമ്മയും ഒരു ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് നോട്ട്സാണ് എൻ്റെ ഒരു അറിവും. ഇതിൽ നിങ്ങൾ ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും
ഞാൻ ഈ പറഞ്ഞതല്ലാത്ത അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക.